ലോ ബഡ്ജറ്റ് പച്ചക്കറികൾ നിങ്ങൾ കുറേ പരിചയപ്പെട്ടല്ലോ നേരത്തെ. അപ്പോൾ അത് മുഴുവനും ഞാൻ പറഞ്ഞിരുന്നില്ല അന്ന്. നമുക്ക് ബാക്കി കുറേ കൂടെ നിങ്ങൾ അറിയാനുണ്ട്. ഈ വില കുറഞ്ഞ പച്ചക്കറികൾ എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ എനിക്ക് ചേർത്ത് വെക്കേണ്ട ഒരു പദമാണ് ലോ ഗ്ലൈസിമിക് ഇൻഡെക്സ് അഥവാ ലോ ഗ്ലൈസിമിക് ലോഡ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ സത്യം പറഞ്ഞാൽ ഈ കേരളത്തിൻ്റെ തനതായ പച്ചക്കറികൾ നമ്മുടെ ഗ്ലൈസിമിക് ഇൻഡെക്സ് വളരെ കുറഞ്ഞതാണെന്നുള്ള ഒരു സത്യാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം. എന്നാൽ നമ്മൾ ഊട്ടി പച്ചക്കറികൾ ശരിക്കും പറഞ്ഞാൽ കുറേ കൂടെ ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂടുതലെന്ന് പറയാം. ബീറ്റ്റൂട്ട്, ക്യാരറ്റ്, ആ വകകൾ. എന്നാൽ നമ്മളുടെ തനതായ പച്ചക്കറികളാണല്ലോ മുന്നിലിരിക്കുന്ന ഇവ. അപ്പോൾ അന്ന് ഞാൻ പരിചയപ്പെടുത്താത്ത കുറേ പച്ചക്കറികൾ ഇത് വെച്ചിട്ട് നമ്മൾ ഇഷ്ടംപോലെ റെസിപ്പികൾ തയ്യാറാക്കിയിട്ടുണ്ട്. പക്ഷേ ഇതിനകത്തുള്ള ആക്റ്റീവ് ഇൻഗ്രീഡിയൻറ്റും ഇത് എത്രത്തോളം നമ്മുടെ ശരീരത്തിന് ഗുണകരമാവും എന്നും കൂടെ മനസ്സിലാക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തത്. അപ്പോൾ ഇതിൽ ഇപ്പം ആകെ 5 പച്ചക്കറികളാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രാധാന്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്ലൈസിമിക് ഇൻഡെക്സുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഈ ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്താണെന്ന് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ കൂടി ഒന്നുകൂടെ പറയാം. നാം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ രക്തത്തിലേക്ക് ദഹിച്ചു കഴിഞ്ഞ് ഇറങ്ങുന്നതിൻ്റെ ഒരു റേറ്റ് ഉണ്ട്. അതാണ് ഗ്ലൈസിമിക് ഇൻഡെക്സ്. അപ്പോൾ അത് എപ്പോഴും കാർബോഹൈഡ്രേറ്റ് കണ്ടൻറ്റ്, ഒരു ഭക്ഷണത്തിൽ അടങ്ങിയിരിക്കുന്ന അന്നജത്തിൻ്റെ കണ്ടൻറ്റും അതുപോലെ ഫൈബർ, പ്രോട്ടീൻ ഇവയൊക്കെയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് അടങ്ങിയിരിക്കുന്ന അന്നജത്തിൻ്റെ കണ്ടൻറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ, ഗ്ലൈസിമിക് ലോഡ് എന്ന് പറയുമ്പം അന്നജവും പ്രോട്ടീനും ഫൈബറും വൈറ്റമിൻസും മിനറൽസും എല്ലാമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ ഗ്ലൈസിമിക് ലോഡിനാണ് കൂടുതൽ പ്രാധാന്യം. അപ്പം ഗ്ലൈസിമിക് ഇൻഡെക്സ് ഇത്തിരി മുകളിൽ നിന്നാലും ഗ്ലൈസിമിക് ലോഡ് കുറഞ്ഞിട്ടുള്ള പച്ചക്കറികളുണ്ട്. അത് ഏറ്റവും പ്രധാനമാണ്. അതിലൊന്നാണ് നമ്മുടെ മത്തങ്ങ. അപ്പോൾ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന 5 തരം പച്ചക്കറികളാണ്. അതിലേറ്റവും പ്രധാനം ഞാൻ പറയുന്നത് എന്ന് വെച്ചാൽ ഇതിനൊരു പ്രാധാന്യമുണ്ട്. ഇത് ശരിക്കും കാർബോഹൈഡ്രേറ്റ് കണ്ടൻറ്റ് വെച്ച് നോക്കുമ്പോൾ ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറച്ച് 50-നും 70-നും ഇടയ്ക്കാണെങ്കിലും ഗ്ലൈസിമിക് ലോഡ് വെറും 3 ആണ്. അതുകൊണ്ട് തന്നെ മത്തങ്ങ മോസ്റ്റ് ഐഡിയലാണ് ഒരു ഡയബറ്റിക് പേഷ്യൻറ്റിന് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ മത്തങ്ങ ഇപ്പം ശരിക്കും നമ്മൾ വിചാരിക്കും കുറച്ചൊരു മധുരമൊക്കെ ഉണ്ട്. പക്ഷേ ഇതിനകത്തുള്ള ഫൈബറും വൈറ്റമിൻ കണ്ടൻറ്റും പ്രോട്ടീനും ഒക്കെ എക്സലൻറ്റ് കോമ്പിനേഷനാണ്. അതുകൊണ്ട് ഈ മത്തങ്ങ വെച്ചിട്ട് നമുക്ക് ഇന്നൊരു റെസിപ്പി മനസ്സിലാക്കി തരാം ഞാൻ. പ്രമേഹ രോഗികളാവട്ടെ, അമിതവണ്ണമുള്ളവരാവട്ടെ, ഫാറ്റി ലിവർ ആവട്ടെ, എല്ലാവർക്കും പറ്റിയ നല്ലൊരു മത്തൻ സൂപ്പായാലോ? നല്ലതല്ലേ? മത്തൻ സൂപ്പ് എങ്ങനെ തയ്യാറാക്കുന്നത്? നിങ്ങളിത് നന്നായിട്ട് വേവിക്കുക. ഈ തൊലിയൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്ത് നന്നായിട്ട് കുക്കറിൽ വേവിക്കുക. കുക്കറിൽ വേവിച്ചിട്ട് നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കണം. മാഷ് ചെയ്തിട്ട് കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ചുവന്നുള്ളി, അതിനോടൊപ്പം ഇത്തിരി വേണമെങ്കിൽ കടുക് ചേർക്കാം. അപ്പോൾ കടുക് വെച്ചിട്ട് കടുക് താളിച്ചിട്ട് ഈ വെളുത്തുള്ളിയും ചുവന്നുള്ളിയും വന്നിട്ട് വഴറ്റുക. അതിന് ശേഷം കുറച്ച് തേങ്ങാപ്പാൽ അതിനകത്തോട്ട് ചേർക്കുക. തേങ്ങാപ്പാൽ ചേർത്തിട്ട് ഈ മത്തൻ മാഷ് ചെയ്ത് വെച്ചിരിക്കുന്ന വേവിച്ച മത്തൻ അതിനോടൊപ്പം ചേർക്കുക. പിന്നെ നന്നായിട്ട് ഇളക്കുക. കുരുമുളക് പൊടി, ഉപ്പ്, പിന്നെ ഇതിനകത്ത് എള്ള് വേണമെങ്കിലൊന്ന് ശകലം ഒന്ന് മൂപ്പിച്ചിട്ട് വെളിച്ചെണ്ണ, നമ്മുടെ വെർജിൻ ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയിലോ മൂപ്പിച്ചിട്ടിടുക. എന്നിട്ട് ലേശം വേണമെങ്കിൽ തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ അധികം തിളപ്പിക്കരുത്. അത് ഇത്തിരി മറ്റേ എള്ളും ഇട്ട് അതിനോടൊപ്പം ഇച്ചിരി വെർജിൻ ഓയിലും കൂടെ ചേർത്ത് കുറച്ച് മുരിങ്ങയില അവസാനമാകുമ്പോൾ ഒരു പിടി മുരിങ്ങയിലയും കൂടെ ഇട്ടിട്ട് എടുത്തു കഴിഞ്ഞാൽ എക്സലൻറ്റ് സൂപ്പാണ്. നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് മത്തൻ സൂപ്പ് നമുക്ക് തയ്യാറാക്കി കഴിക്കാം. അപ്പോൾ അത് മാറ്റി വെച്ചു. അടുത്തത് ഏറ്റവും പ്രധാനമായിട്ട് ഇതുപോലെ തന്നെ, ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ പ്രമേഹ രോഗികളുടെ ഇഷ്ടഭക്ഷണമാവണം, അതിന് യാതൊരു സംശയമില്ല. അത്രയ്ക്ക് നല്ലതാണ് ഇത്. ശരിക്കും ഞാൻ കഴിഞ്ഞ ഒരു റെസിപ്പിയിൽ ഈ മുരിങ്ങയ്ക്കയുടെ അകത്തുള്ള കാമ്പ് വെച്ചിട്ട് ഒരു നല്ല സാലഡ് തയ്യാറാക്കി. നിങ്ങളാരും കണ്ടിരുന്നോ? കണ്ടില്ല എങ്കിൽ അതിനെ ഞാനൊന്ന് വിവരിക്കാം. ഇത് ആദ്യം മുരിങ്ങയ്ക്കായുടെ ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്ന് പറയുന്നത് 0 ആണ്. 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ട പോലെയാണ്. അത്രയ്ക്ക് എഫക്റ്റീവാണ് ഡയബറ്റിക് പേഷ്യൻസിന്, അതുപോലെ അമിതവണ്ണമുള്ളവർക്ക്, ഫാറ്റി ലിവർ ഉള്ളവർക്ക്, പോളിസിസ്റ്റിക് ഓവറി ഉള്ളവർക്കൊക്കെ മോസ്റ്റ് ഐഡിയലായിട്ടുള്ള ഒരു പച്ചക്കറിയാണ് നമ്മുടെ ഡ്രം സ്റ്റിക്ക് അഥവാ മുരിങ്ങയ്ക്ക. അപ്പോൾ ഈ മുരിങ്ങയ്ക്കയുടെ ഗുണങ്ങൾ സത്യം പറഞ്ഞാൽ പറഞ്ഞാൽ തീരില്ല. ഈ ഒരു കാര്യം തന്നെയാണ് ഏറ്റവും പ്രധാനം.
അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാ അസുഖങ്ങളുടെയും പിന്നിലുള്ള പ്രധാനപ്പെട്ട കാരണം ഞാൻ എപ്പോഴും പറയാറില്ല, ഒരുവിധപ്പെട്ട ജീവിതശൈലി രോഗങ്ങളുടെ പിന്നിലുള്ള കാര്യം ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. അപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറഞ്ഞ ഭക്ഷണങ്ങൾ നമ്മൾ നോക്കി എടുക്കണം. ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂട്ടുന്ന ഭക്ഷണങ്ങളാണ് കൂടുതൽ അന്നജമുള്ളത്, കൂടുതൽ കലോറി ഉള്ളത്, കൂടുതൽ കാർബോഹൈഡ്രേറ്റ് കണ്ടൻ്റ് ഉള്ളത്. അപ്പോൾ ഇതൊക്കെ ആണെങ്കിൽ അന്നജം കുറവാണ്, ഇതിനകത്ത് കാർബോഹൈഡ്രേറ്റ് കണ്ടൻറ്റ് കുറവാണ്, ഫൈബറുണ്ട്, പ്രോട്ടീനുണ്ട്, വൈറ്റമിനുണ്ട്, മിനറൽസ് ഉണ്ട്, എല്ലാം. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് ഗ്ലൈസമിക് ഇൻഡെക്സ് 0 ആയത്. അപ്പോൾ ഇതിനകത്തുനിന്ന് നിങ്ങൾ എങ്ങനെ ഈ സാലഡ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ, ഇത് കട്ട് ചെയ്തിട്ട് കുക്കറിലിട്ടൊന്ന് വേവിക്കുക. വേവിച്ചിട്ട് ഇതിനകത്തിരിക്കുന്ന നമ്മുടെ ആ പൾപ്പില്ലേ അത് സ്കൂപ്പ് ഔട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് അതിനോടൊപ്പം കുറച്ച് സവാള അരിഞ്ഞത്, കുറച്ച് പൊരികടല, അതുപോലെ ഗ്ലൈസമിക് ഇൻഡെക്സ് കുറഞ്ഞതാണ് ഈ പൊരികടല എന്ന് പറയുന്നത്, അതുപോലെ ഗ്രീൻ പീസ്, ഇവയൊക്കെ അതിനോടൊപ്പം ചേർക്കുക. കുരുമുളക് പൊടി, ഉപ്പ്, ലേശം ചെറുനാരങ്ങ നീര്. അപ്പോൾ നന്നായിട്ട് നല്ല ഒരു അളവ് ഉണ്ടാവണമെങ്കിൽ തീർച്ചയായും ഇതൊക്കെ ചേർക്കണം. അതിനോടൊപ്പം കുറച്ച് പൊരികടല, കുറച്ച് ഗ്രീൻ പീസ് വേവിച്ചത്, കുറച്ച് സവാള, അതിനോടൊപ്പം ഇത്തിരി കുരുമുളക് പൊടി, ഉപ്പ്, ഇത്രയും ചേർത്തിട്ട് ഒരു നല്ല സാലഡ് തയ്യാറാക്കി കഴിച്ചാലുണ്ട് നിങ്ങൾക്ക് വിശപ്പും വരുത്തില്ല, ഷുഗർ എന്ന് കുറയും. മനസ്സിലായോ? നന്നായിട്ട് കുറയും ഷുഗർ. അപ്പോൾ അങ്ങനെ നമുക്ക് മുരിങ്ങയ്ക്ക തയ്യാറാക്കിയെടുക്കാം. ഇനി അടുത്തതോ വാഴത്തട. വാഴത്തടയും വാഴക്കൂമ്പും ഒരേപോലെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇത് നമ്മുടെ കേരളീയരുടെ ഒരു ഇഷ്ടഭക്ഷണമാണല്ലോ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. വാഴത്തട വെച്ചിട്ട് നിങ്ങൾ തോരനൊക്കെ ഉണ്ടാക്കി കഴിക്കുമായിരിക്കും. വാഴത്തട വെച്ചിട്ട് ഞാനൊരു നല്ല റെസിപ്പി ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ അതെന്താന്ന്? വാഴത്തടയും ചിക്കൻ നല്ലോണം വേവിച്ചിട്ട് ഷ്രെഡ് ചെയ്ത് ചേർത്തിട്ട് ഒരു നല്ല ചിക്കൻ തോരൻ ഉണ്ടാക്കിയിട്ടുണ്ട്. വാഴത്തട ചിക്കൻ തോരൻ എക്സലൻറ്റ് ടേസ്റ്റാണ്. നിങ്ങൾ ലിങ്ക് എടുത്ത് നോക്കുക. അപ്പോൾ അത് നോക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഞാനിപ്പോൾ ഒന്ന് പറഞ്ഞുതരാം. വാഴത്തടയ്ക്കകത്ത് ഈ നടുക്കിരിക്കുന്ന സംഭവം കട്ട് ചെയ്തെടുത്ത് വാഴപ്പിണ്ടി, വാഴത്തടയെന്ന് പറയുന്നത് ഇതാണ്, പിണ്ടി അകത്തിരിക്കുന്ന ആ പിണ്ടി. അന്ന് പലരും ചോദിച്ചു വാഴത്തടയാണോ മാഡം വാഴപ്പിണ്ടിയാണോ എന്ന്. അപ്പോൾ വാഴപ്പിണ്ടി എന്ന് പറയാം, നടുക്കിരിക്കുന്ന വാഴപ്പിണ്ടി. അതെടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതൊന്ന് നല്ലോണം ക്ലീൻ ചെയ്ത് വെക്കുക. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്തൊരു വല പോലെ കുറച്ചൊരു സംഭവമുണ്ട്. അപ്പോൾ അതിനെ ഒന്ന് ചുറ്റിയൊക്കെ എടുത്ത് കളയണം. ഇച്ചിരി എണ്ണ ഒഴിച്ചാൽ മതി, അപ്പോൾ അതങ്ങ് വെളിയിൽ പോകും. ഇത് കൂടുതൽ മറ്റേ കൂമ്പിലാണ്, ഇതിനകത്ത് അത്ര കുഴപ്പമില്ല. ഇത് ചിക്കൻ എടുത്തിട്ട് നല്ല ഫ്ലഷ് മാത്രം, ബോൺ വേണ്ട, ബോൺലെസ് ചിക്കൻ, അതായത് നല്ല നാടനായിരിക്കണേ. എന്നിട്ട് അത് വേവിച്ചിട്ട് കുറച്ച് കുരുമുളക് പൊടി ഉപ്പ് ഇട്ടിട്ട് വേവിച്ചിട്ട് അതൊന്ന് മിക്സിയിലൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കുക. അടിച്ചെടുത്തതിന് ശേഷം കടുക് വറുക്കുക. കടുക് വറുത്തിട്ട് കുറച്ച് തേങ്ങ, നമ്മൾ തോരന് വേണ്ടിയിട്ട് തേങ്ങ അരപ്പ് ഉണ്ടാക്കുമല്ലോ, കുറച്ച് കൊച്ചുള്ളിയും വെളുത്തുള്ളിയും, അതിനോടൊപ്പം ഇച്ചിരി പെരിഞ്ജീരകമാണ് ചേർക്കേണ്ടത്, നല്ല ജീരകമല്ല, പെരിഞ്ജീരകം, വെളുത്തുള്ളി, ചുവന്നുള്ളി, പെരിഞ്ജീരകം, ഇത്തിരി വേണമെങ്കിൽ ഒരു 2 പച്ചമുളക്, ഒരു മുളകും മറ്റേ മുളകും കൂടെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ച് അതെടുത്ത് കടുക് വറുത്ത് എണ്ണ ഒഴിച്ച് കടുക് വറുത്തതിന് ശേഷം അതിലേക്ക് ചേർക്കുക. ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് ഈ വാഴത്തടയും നമ്മുടെ ചിക്കനും കൂടെ ചേർത്ത് അടച്ച് വെച്ചിട്ട് കറിവേപ്പിലയും വിട്ട് കുറച്ച് മുരിങ്ങയിലയും കൂടെ അവസാനം ഇട്ടിട്ട് എടുക്കുക. എക്സലൻറ്റ് ടേസ്റ്റാണ്. നിങ്ങളൊന്ന് കഴിച്ചു നോക്കണം. എന്നിട്ട് എൻ്റെ കമൻറ്റ് ബോക്സിൽ അഭിപ്രായം അറിയിക്കുകയും വേണം. ഇതുവരെ ചെയ്യാത്തവർ അത് അതിനകത്ത് കിടക്കുന്ന ലിങ്ക് കിടപ്പുണ്ട് കേട്ടോ. ഏറ്റവും ഒരു സിമ്പിൾ പച്ചക്കറി വെച്ചിട്ടുള്ള ഒരു നല്ല പ്രോട്ടീൻ ഫുഡെന്ന് പറഞ്ഞിട്ട്. അല്ലെങ്കിൽ എൻ്റെ ഈ റെസിപ്പി തന്നെ ഒന്ന് കേട്ട് നിങ്ങൾ മനസ്സിലാക്കുക. വാഴത്തടയുടെ ഗുണങ്ങൾ അത് മറ്റേതിൽ ഞാൻ നിറയെ പറയുന്നുണ്ട്. കിഡ്നി സ്റ്റോണിന് ഇത് പ്രതിരോധിക്കുന്നതാണ്, ഡൈജഷൻ ഏറ്റവും നല്ലതാണ്, മലശോധനയ്ക്ക് എക്സലൻ്റ് ആണ്. കാരണം ഇതിനകത്ത് നിറയെ ഫൈബറാണ്. അപ്പം നന്നായിട്ട് മലശോധന ഉണ്ടാവും, നന്നായിട്ട് വെള്ളവും കൂടെ കുടിക്കണം. പിന്നെ വയറിനകത്ത് ഗ്യാസ് ഫോർമേഷൻ ഉണ്ടാവത്തില്ല, ദഹനം നന്നായിട്ട് നടക്കും. പിന്നെ ലിവറിന് വളരെ നല്ലതാണ്, കിഡ്നിക്ക് വളരെ നല്ലതാണ്. കിഡ്നി എന്ന് പറയുമ്പോൾ നമ്മുടെ വൃക്ക രോഗികളെന്നല്ല, കിഡ്നി സ്റ്റോൺ വരുന്നവർ, അവർക്ക് ഇതിൻ്റെ ജ്യൂസൊക്കെ കുടിക്കുന്ന, വാഴപ്പിണ്ടി ജ്യൂസ് കുടിക്കുന്ന വളരെ എഫക്റ്റീവാണ്. അപ്പോൾ അടുത്തത് ചൗ എന്ന് പറയുന്നത് ച്വൈൻ എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷിലൊരു പേര്. നമ്മുടെ മലയാളത്തിലാണ് ചൗ എന്ന് പറയുന്നത്. ഇതും വളരെ നല്ല ഒരു ആൻറ്റി ഡയബറ്റിക് പ്രോപ്പർട്ടിയുള്ള പച്ചക്കറിയാണ്. ഇതിനകത്ത് കലോറി മൂല്യം ഇപ്പം ഞാൻ ഈ പറഞ്ഞതിനെല്ലാം തന്നെ ഒരു 20-നും 30-നും ഇടയ്ക്കാണ് കലോറി. ഇതിൽ ഏറ്റവും കുറഞ്ഞ കലോറി ശരിക്കും പറഞ്ഞാൽ വാഴപ്പിണ്ടിക്കാണ് 13. ഇത് ഒരു 26 മത്തനുള്ളത്. മുരിങ്ങയ്ക്കായ്ക്ക് ഒരു 30-നടുത്തുണ്ട്.
പിന്നെ ചൗചൗവിനാണെങ്കിലോ അതുപോലെ ഒരു 20-20നകത്താണ് ചൗചൗവിൻ്റെ കലോറി മൂല്യം. അപ്പോൾ ഇത് എങ്ങനെ പലർക്കും ഈ ചൗചൗ എങ്ങനെ തയ്യാറാക്കണമെന്ന് അറിഞ്ഞുകൂടാ. കറി ഇതെങ്ങനെ എന്തിനു ഉപയോഗിക്കാം, ഇത് പച്ചയ്ക്ക് ഉപയോഗിക്കാവോ വേവിച്ച് ഉപയോഗിക്കാമോ എന്നൊക്കെ ഒരു ഡൗട്ടുണ്ട്. ഇത് പച്ചയ്ക്ക് ഉപയോഗിക്കാം. സാലഡിൽ അരിഞ്ഞിട്ട് നന്നായിട്ട് ഉപയോഗിക്കാം. നമ്മളിപ്പോൾ പല സാലഡ്സ് ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ, അതിൽ ഒരെണ്ണത്തിൽ ചേർത്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. ചൗചൗ സാലഡിൻ്റെ രൂപത്തിൽ പല ഇൻഗ്രീഡിയൻസും ചേർത്ത് നമ്മളിപ്പോൾ സവാള ചേർക്കുന്നു, അതിനോടൊപ്പം ടൊമാറ്റോ ചേർക്കുന്നു, ഇത്തിരി കുറച്ച് മല്ലിയില ചേർക്കാം, പിന്നെ അതിനോടൊപ്പം കപ്പലണ്ടി ഇടാം. കപ്പലണ്ടിയൊക്കെ പ്രമേഹ രോഗികൾക്ക് കഴിക്കാവുന്നതാണ്. അപ്പോൾ സാലഡിനകത്ത് ചൗചൗ ഒരു 25 ഗ്രാം ചൗചൗ എടുക്കുക, അതിനോടൊപ്പം ഒരു സവാള എടുക്കുക, അരിഞ്ഞിടുക, കുറച്ച് പൊരികടല ചേർക്കാം, അതല്ലെങ്കിൽ കപ്പലണ്ടി ഇടാം, അതിനോടൊപ്പം കുറച്ച് ഇല ഏതെങ്കിലും മല്ലിയിലയോ മുരിങ്ങയിലയോ ചേർക്കാം, പിന്നെ നാരങ്ങാനീര്, അത്യാവശ്യം നാരങ്ങാനീര് ചേർക്കണം, ഉപ്പ്, കുരുമുളക് പൊടി. അപ്പോൾ ഒരു നല്ല സാലഡായില്ലേ? അതൊന്ന്. രണ്ടാമത് ഇത് നമുക്ക് അവിയലിൽ ചേർക്കാം, തോരൻ ഉണ്ടാക്കാം. തോരനോടൊപ്പം കുറച്ച് പയറും കൂടെ ചേർത്തുണ്ടാക്കിയ ബഹുവിശേഷമായിരിക്കും. എക്സലൻറ്റ് ഒരു വെജിറ്റബിളാണ്. നമുക്ക് ഷുഗർ കുറയ്ക്കാൻ, BP കുറയ്ക്കാൻ, കൊളസ്ട്രോൾ കുറയ്ക്കാൻ, അമിതവണ്ണം കുറയ്ക്കാൻ, ഫാറ്റി ലിവർ കുറയ്ക്കാനൊക്കെ എക്സലൻ്റ് ആയിട്ടുള്ള പച്ചക്കറിയാണ്. ഗ്ലൈസിമിക് ഇൻഡെക്സ് വളരെ കുറവാണ്. പിന്നെ നമുക്കുള്ളത് വെണ്ടയ്ക്ക. വെണ്ടയ്ക്കയെക്കുറിച്ച് നമ്മൾ വളരെ നല്ല ഒരു വീഡിയോ കിടപ്പുണ്ട്, നന്നായിട്ട് ആൾക്കാർ, ഇത് വൈറലായ ഒരു വീഡിയോ. വെണ്ടയ്ക്ക വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയ ഒരു സ്റ്റഫ്ഡ് വെണ്ടയ്ക്ക എന്ന് പറഞ്ഞിട്ട് ഒരു നല്ല റെസിപ്പി ഉണ്ട്. അത് നിങ്ങൾക്ക് കയറി നോക്കാവുന്നതാണ്. പിന്നെ ഇപ്പം വെണ്ടയ്ക്കയുടെ ഗുണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികമാണ്. ഫൈബർ കണ്ടൻറ്റ് നന്നായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മലശോധനയ്ക്ക് നല്ലതാണ്. ഗ്യാസിൻ്റെ ഫോർമേഷൻ ഉണ്ടാവില്ല. തീർച്ചയായും ഷുഗർ ലെവൽ നന്നായിട്ട് ഡ്രാസ്റ്റിക്കായിട്ട് കുറയ്ക്കാൻ പറ്റും. അതോടൊപ്പം BP, കൊളസ്ട്രോൾ, ഫാറ്റി ലിവർ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങൾക്കും, ലിവറിന് വളരെ നല്ലതാണ്, കണ്ണിൻ്റെ ഐ ഹെൽത്തിന് വളരെ നല്ലതാണ്. പിന്നെ എക്സലൻറ്റ് കോമ്പിനേഷനായിട്ട് നമുക്ക് പല കറികളും പല എന്താ പറയുക വെജിറ്റേറിയൻസിന് ഒത്തിരി കറികൾ ഇത് വെച്ചിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ അതിനെക്കുറിച്ച് വിശദമാക്കി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു പച്ചക്കറി ആയതുകൊണ്ട് ഞാനിതിനെ കൂടുതൽ ഡീറ്റെയിൽ ചെയ്യുന്നില്ല. പക്ഷേ ഗ്ലൈസിമിക് ഇൻഡെക്സ് കുറഞ്ഞ പച്ചക്കറികൾ ഞാൻ പരിചയപ്പെടുത്തുന്ന കൂട്ടത്തിൽ വെണ്ടയ്ക്കയും പരിചയപ്പെടുത്തിയേ പറ്റൂ. അതുകൊണ്ട് ഞാൻ അതും കൂടെ എടുത്തതാണ്. റെസിപ്പി നിങ്ങൾ എന്തായാലും അതിനകത്ത് നോക്കാം. സ്റ്റഫ്ഡ് വെണ്ടയ്ക്ക ഒരു പ്രയാസവും ഇല്ല. ഇതിങ്ങനെ 2 സൈഡ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് നടുക്ക് കൂടെ ഇങ്ങനെ കീറിയിട്ട് ഇതിനകത്തേക്ക് കുറച്ച് തേങ്ങാപ്പീര, ഇത്തിരി ചുവന്നുള്ളി, അതിനോടൊപ്പം ശകല മഞ്ഞൾപ്പൊടി, കുറച്ച് പെരുംജീരകം, ഒരു പച്ചമുളക്, ഇത്രയും കൂടെ ഒന്ന് അരച്ചിട്ട് ഇതിനകത്ത് നിറയെ ഫില്ല് ചെയ്യണം. ഫില്ല് ചെയ്തിട്ട് ഇതിങ്ങനെ നമ്മളൊരു ഷാലോ ഫ്രൈ പോലെ ലേശം എണ്ണ ഒഴിച്ച് അടച്ച് വെച്ച് നന്നായിട്ട് തിരിച്ച് മറിച്ച് വിട്ടിട്ട് ഷാലോ ഫ്രൈ ചെയ്തൊരു സ്റ്റഫ്ഡ് വെണ്ട എന്ന് പറയുന്നൊരു സ്നാക്ക് തന്നെയാണ്. സ്നാക്കായിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ. പച്ചക്കറികളെ പരിചയപ്പെടുത്തി ഇതൊക്കെ തന്നെ നിങ്ങളെ ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കണം. ഇപ്പം ഡയബറ്റിക് പേഷ്യൻറ്റോ അമിതവണ്ണമുള്ളവരോ അല്ലെങ്കിൽ ഫാറ്റി ലിവർ ഉള്ളവരോ മാത്രമല്ല ഇത് കഴിക്കേണ്ടത്. പ്രിവെൻറ്റീവാണ്. നമ്മുടെ ഈ ഒരു വീഡിയോസ് തന്നെ, എൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനൽ തന്നെ ഒരു പ്രിവെൻറ്റീവ് ചാനലാണ്. അസുഖങ്ങൾ വരാതെ ഇരിക്കാൻ ഏറ്റവും സഹായിക്കുന്ന പലവിധ റെസിപ്പികളുടെ ഒരു സങ്കലനമാണ്. റെസിപ്പികൾ മാത്രമല്ല, പല ഡയറക്ഷൻസും ഗൈഡൻസും ഒക്കെ തന്നെ ഇതിനകത്ത് വരും. ഏജിങ് ഗ്രേസ്ഫുള്ളി, ഡൈയിങ് പീസ്ഫുള്ളി, ഇൻ ബിറ്റ്വീൻ യു ക്യാൻ മെയിൻറ്റെയിൻ 24-hour എനർജി ലെവൽ ബൈ പ്രിവെൻറ്റിങ് ഓൾ ലൈഫ് സ്റ്റൈൽ ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞാൽ ആരോഗ്യത്തോടെ, ഉന്മേഷത്തോടെ, ഉണർവോടെയും നമുക്ക് ശിഷ്ടകാലം ജീവിക്കാം. പ്രായമാവുന്നത് സമാധാനമായിട്ട് പ്രായമാവാം. ആശുപത്രിയിൽ പോയി കഷ്ടപ്പെട്ട് മരുന്നുകൾ കഴിച്ച് ബുദ്ധിമുട്ടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളും, പല ഡയറക്ഷൻസും, പല അഡ്വൈസും എൻ്റെ ചാനലിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. പിന്നെ ഞാൻ ഈ ഡിസംബർ 17-ന് എറണാകുളത്ത് വൈറ്റില ജംഗ്ഷനിൽ തമ്മന റോഡിൽ ഒരു ബിൽഡിങ്ങിൽ ഒരു ക്ലിനിക്കിൽ ഒരു ദിവസത്തെ കൺസൾട്ടേഷൻ ഉണ്ട്. അതായത് അടുത്ത ഞായറാഴ്ച രാവിലെ 9 മുതൽ വൈകിട്ട് 5 മണി വരെ. താല്പര്യമുള്ളവർ എൻ്റെ ഫോൺ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നമുക്ക് വീണ്ടും കാണാം മറ്റൊരു പുതിയ എപ്പിസോഡിൽ.